പിതാവേ, ബഹുമാനപ്പെട്ട വികാരിയെ, വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമായി എല്ലാവർക്കും ഈശോ മിശിഹായുടെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ഒരു പവിത്ര കാരണത്തിനായി കൂടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആദ്യമായി ഞാൻ പിതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇന്ന് പിതാവിൻ്റെ ഫീസ്റ്റ് ഡേ ആണ്, സെയിന്റ് ജോർജ് പിതാവിൻ്റെ ഫീസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വികാരിയച്ച് വൈദികനായിട്ട് 40 വർഷം തികയുകയാണ്. ആദ്യമായി അവർക്ക് രണ്ടുപേർക്കും അനുഭവം നേർന്നു. അതുപോലെ പ്രാർത്ഥനയിൽ വരട്ടെ. ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഈ ദേവാലയത്തിൽ വന്നപ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടിയാണ് നമ്മുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും മറ്റച്ഛന്മാരും എന്നെ സ്വീകരിച്ചത്. ചെറിയ ഒരു പ്രാക്ടീസൊക്കെ നടത്തി അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഞാൻ നമ്മുടെ ലീഗൻ ജോസഫ് ജോബിൻ കച്ചത്തമ്പി അച്ഛൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അരമനയിലേക്ക് പോയി. അവിടെ വൈകിട്ട് പ്രാർത്ഥനയൊക്കെ കൂടി അതിനുശേഷം രാവിലെ അരമനയിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന 1-2 ചിന്തകളാണ് ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ നിൽക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ് സണ്ണി ഇൽപ്പറമ്പ്. സണ്ണി അച്ഛൻ ഞാൻ വൈദികനാകുവാനായിട്ട് 27 വർഷം മുമ്പ് ഇങ്ങനെ ഒരു അധികാരിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നോട് എൻ്റെ ജ്യേഷ്ഠ അച്ഛൻ പറഞ്ഞൊരു വാക്കാണ്, ബെന്നി അച്ഛൻ എന്ന വൈദികനാകുകയാണ്. വൈദികനായതിനു ശേഷം അച്ഛൻ നിയമിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് അച്ഛൻ ഇറങ്ങി ചെല്ലേണ്ടത്. നമ്മുടെ കുടുംബങ്ങളെയോ നമ്മുടെ ബന്ധുമിത്രാദികളെയോ അല്ല, അവരെല്ലാം മറന്ന് അച്ഛൻ ഒരു വൈദികനായി മറ്റുള്ളവർക്ക് ദൈവിക ചൈതന്യം പകർന്നു കൊടുക്കുവാനായിട്ട് എപ്പോഴും സന്നദ്ധനായി വേണം ഒരുങ്ങി പ്രാർത്ഥിച്ച് പോകുവാനായിട്ട്. കുർബാനയുടെ മുൻപ് എനിക്ക് പട്ടം കിട്ടുന്നതിന് മുൻപ് എൻ്റെ ജ്യേഷ്ഠൻ സണ്ണി അച്ഛൻ ശങ്കര ഡയറക്ടറായിരുന്നു എന്നോട് പറഞ്ഞു, 25 കുർബാനയാണ് അച്ഛൻ ആദ്യം പ്രാക്ടീസ് ചെയ്യണം. സ്ഫുടമായ രീതിയിൽ വേണം അച്ഛൻ ഇവിടുന്ന് സംസാരിക്കുവാനായിട്ട്, ആളുകളോട് സംസാരിക്കുവാനായിട്ട്, പ്രസംഗം പറയുവാനായിട്ട്, അതുപോലെ തന്നെ സുവിശേഷം വായിക്കുവാനായിട്ട് ചെയ്യേണ്ടത്. ഒത്തിരി പ്രാക്ടീസ് ചെയ്തു തന്നതിന് ശേഷമാണ് എൻ്റെ ജ്യേഷ്ഠനെ ഒരുക്കി ഒരു വൈദികനായി ഞാൻ അഭിഷിക്തനായത്. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുവാനായിട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ജോസഫ് തച്ചൻകുടി നമ്മുടെ ലീഗൻ ഒരുങ്ങി വന്ന ഒരു ഉടനെ തന്നെ അച്ഛനായിട്ടാണ് ഒരുങ്ങി വന്നിരിക്കുന്ന ഒരു വൈദികനാണ്. ജോസഫ് തച്ചൻകുടിയോട് പറയുവാനാണ് ഉള്ളത്. ജോബിനച്ഛ, അച്ഛൻ ഇന്ന് അൽത്താരയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഇന്ന് അച്ഛനെ ഈ അൽത്താരയിലേക്ക് ഉയർത്തുന്നത്. ഞാൻ കുർബാന തുടങ്ങുന്ന സമയത്ത് ഞാൻ ജോബിനച്ഛൻ്റെ അമ്മച്ചി ചേച്ചിയെ ഞാൻ ശ്രദ്ധിച്ചു, അപ്പച്ചൻ ജോൺസൺ ചേട്ടനെ ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് ചെറിയ ഒരു കണ്ണുനീർ ഉറവിടമാകുന്നത്. കാരണം അവരുടെ മകനെ ഇന്ന് ഈ അൽത്താരയിലേക്ക് യേശുവിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ജോബിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് പങ്കുചേരുവാനായിട്ട്, അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം ഇവിടെ ചേർന്ന് ചെയ്യുന്നത്. ഇന്ന് ജോബിനച്ഛൻ നിങ്ങളോട് ഈ അൽത്താരയിലേക്ക് ഒരു പുരോഹിതനായി ഉയർത്തപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ കരങ്ങൾ ഒത്തിരി
ഒത്തിരിയേറെ അവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ അഹബലിനൊക്കെ ഒത്തിരി ജോബിനച്ഛൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മകൻ 13 വർഷത്തെ പഠനകാലത്തിന് ശേഷം ഇന്ന് അൾത്താരയിലേക്ക് ഒരു വൈദികനായിട്ട് ഉയർത്തപ്പെടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആനന്ദിക്കുവാനുള്ള ഒരു അവസരമാണ്. കാരണം എന്നും നിങ്ങളുടെ മകൻ ഈ അൾത്താരയിൽ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ എന്ന നിലയിൽ നാം എല്ലാവരും ഓർക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളുടെ വാത്സല്യവും സ്നേഹവും എപ്പോഴും ആസ്വദിച്ചുകൊണ്ട് വളർന്നു വരുന്ന മക്കളാണ് ഈ പുരോഹിതരായ ഞങ്ങളുടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ വാത്സല്യവും നിങ്ങളുടെ സ്നേഹവും എപ്പോഴും നിങ്ങളുടെ മകന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ജോബിനച്ഛനോട് പറയുവാനുള്ളതാണ്. ഇതാണ് ജോബിനച്ഛ, you be filled with wisdom, courage and compassion. 13 വർഷത്തെ കാലത്തെ പഠനശേഷം അച്ഛനെ ഇന്ന് ഈ ദേവാലയത്തിന് പുരോഹിതനായി ഉയർത്തുമ്പോൾ അച്ഛൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവേകത്തോടുകൂടി വളർന്ന് നല്ല ഒരു പുരോഹിതനായി മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിക്കേണ്ട ഒരു പ്രത്യേക കടമ ഇന്ന് ജോബിനച്ഛന്റെ കലയെ വിവേകത്തോടുകൂടി വളരുവാനായിട്ട്. രണ്ടാമത്തെ കാര്യം, അച്ഛനെപ്പോഴും ധൈര്യശാലിയായിരിക്കണം. കാരണം ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നാം ഭയപ്പെട്ടുകൊണ്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈ 10 അരുണാചലിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അരുണാചലിലെ കവാടത്തിൽ ഒത്തിരി ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സെബാസ്റ്റ്യൻ അവിടെ ഡോൺ ബോസ്കോ സൊസൈറ്റിയുടെ അംഗമാണ്. ഈ അരുണാചലിലെ കവാടത്തെ കുറിച്ച് എന്നോട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ വന്നത്. ആദ്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്, പിതാവ് ഏത് പാർട്ടിയുടെ അംഗമാണ്? പിതാവ് ഏത് പാർട്ടിയുടെ അംഗമാണ്? എന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ പാർട്ടിയിലല്ല, ഞാൻ കർത്താവിന്റെ പാർട്ടിയുടെ അംഗമായിട്ടാണ് രൂപതയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. കാരണം 37 വർഷം നാഗരാജ് കോഹിമ രൂപതയിലെ സേവനമനുഷ്ഠിച്ച 37 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് അരുണാചലിലേക്ക് കടന്നു ചെന്നപ്പോൾ ചോദിച്ച ചോദ്യം മറുപടി പറയുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എങ്കിലും ഞാൻ അവിടുത്തെ ചെല്ലുന്നത് എന്ത് കാര്യമാണുള്ളത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അംഗമല്ല, പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് യേശുവിന്റെ മഹത്വവും യേശുവിന്റെ സ്നേഹവും പരിപാലനയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഞാൻ അരുണാചലിലേക്ക് കടന്നു ചെല്ലുന്നത് ദൈവത്തിന്റെ പാർട്ടിയിലേക്ക് അംഗമാകുവാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൂടി ദൈവത്തിന്റെ ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഞാൻ ദൈവത്തിന്റെ പാർട്ടിയുടെ അംഗമാണ്. ക്രിസ്തീയനായ ഓരോരുത്തരും ദൈവത്തിന്റെ പാർട്ടിയുടെ അംഗമായിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം എല്ലാവരും ആമോദീസ സ്വീകരിച്ചപ്പോൾ അച്ഛൻ തൈലം പൂശി നമ്മൾ തലയിൽ പ്രാർത്ഥിച്ചു. ഇംഗ്ലീഷ് നല്ലൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്. പേര് പറയും, ഡെയ്സി ജോർജ് ജിബേറ്റ്, I anoint you with the oil of Christ as Christ was anointed priest, prophet and king. ഞാൻ ധൈര്യത്തോടെ അഭിഷേകം ചെയ്യുന്നു, നീ ഒരു പുരോഹിതനായി
പ്രതിപുരുഷനായി യേശുവിന്റെ പ്രതിപുരുഷനായി പ്രതിപുരുഷിയായി ജീവിക്കുവാനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ ഒരു പ്രവാചകന്റെ ദൗത്യം ഏർപ്പെടുത്തുവാനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാമോദീസ സ്വീകരിക്കുന്ന അവസ്ഥ ചെല്ല പ്രാർത്ഥനയാണ്. നീ ഒരു രാജാവിന്റെ കർത്തവ്യം പൂർണ്ണമായിട്ട് ചെയ്യുവാനായിട്ട് നിന്നെ പ്രത്യേകമായിട്ട് നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ നാം എല്ലാവരും സ്വീകരിക്കുന്ന ഈ 3 കർത്തവ്യങ്ങളാണ്. ഇന്നേ ദിവസം ജോബിൻ ജോസഫ് അച്ഛൻ പുരോഹിതനായിട്ട് ഈ അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇന്ന് ജോബിൻ അച്ഛൻ ഈശോയുടെ പ്രതിപുരുഷനായി മാറുകയാണ് ചെയ്യുന്നത്. ജോബിൻ അച്ഛൻ ഇന്ന് ഈശോയുടെ ഒരു പ്രവാചകനായി മാറണം, ഈശോയുടെ ഒരു രാജാവായിട്ട് മാറണം. ഈ നല്ല കർത്തവ്യങ്ങൾ ചെയ്ത് നല്ല ധൈര്യത്തോടുകൂടി വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. മൂന്നാമത്തെ കാര്യം, ജോബിൻ അച്ഛൻ ഒരു കരുണയുള്ള മനുഷ്യനായിട്ട് മാറണം മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ജോബിൻ അച്ഛൻ വരുന്നത് സാധാരണക്കാരായ ഒരു പറ്റം ആളുകളുടെ ഇടയിൽ സേവനം അനുഷ്ഠിക്കുവാനായിട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം. അവിടെ 104 ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമല്ല, വലിയൊരു സംസ്ഥാനം. കേരളത്തിനോട് നാം സാമീപ്യം ചെയ്തു നോക്കുമ്പോൾ കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ. ഈ അരുണാചലത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് സേവനം അനുഷ്ഠിക്കുവാനായിട്ട് കടന്നു വരുന്ന നമ്മുടെ ജോബിൻ അച്ഛന് വേണ്ടുന്ന കാര്യം കരുണയുള്ള ഒരു വൈദികനായി മാറണം. കരുണയുള്ള ഒരു വൈദികനായി മാറി സമർപ്പണ ബോധ്യത്തോടു കൂടി യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചാൽ മാത്രമേ ജോബിൻ അച്ഛ നമ്മുടെ ജീവിതം ധന്യമാവുകയുള്ളൂ, സഫലമാവുകയുള്ളൂ എന്ന ബോധ്യം അച്ഛന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആവശ്യമാണ്. വിവേകത്തോടും ധൈര്യത്തോടും കരുണയോടും കൂടി നാം ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ പ്രതിപുരുഷയും ദൈവത്തിന്റെ മകളുമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷം നാം വായിച്ചു കേൾക്കുന്നു. സുവിശേഷത്തില് യേശു പറയുകയാണ്, You are called to be a good shepherd. നല്ല ഒരു ഇടയനായിട്ട് മാറണം. പുരോഹിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും എപ്പോഴും നല്ല ഒരു ഇടയനായിട്ട് മാറിയാൽ മാത്രമേ നമ്മളുടെ ക്രിസ്തീയമായ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുകയുള്ളൂ എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. As a priest, be a good shepherd. എങ്ങനെയാണ് നല്ലൊരു ഇടയനാകുവാനായിട്ട് സാധിക്കുന്നത്? പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞല്ലോ, മാർപ്പാപ്പയായതിനു ശേഷം ഉടനെ പറഞ്ഞത്, യു ഗോ ടു ദ പീപ്പിൾ. നീ നിന്റെ ജനത്തിന്റെ അടുത്തേക്ക് പോകണം, ജനത്തെ അടുത്തറിയണം, ജനത്തിന്റെ മനം നീ സൃഷ്ടിക്കണം. ജനത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഇടയനാകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ടു നോ and to be known. നമുക്ക് നല്ലതുപോലെ അറിഞ്ഞ് നമ്മളുടെ ജനങ്ങളെ അറിഞ്ഞ് ആ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടാണ് ഇന്ന് ജോബിൻ അച്ഛൻ കാണിച്ച് മുൻപോട്ട് വരുന്നത്. നല്ല ഒരു ഭക്തിപൂർവമായ ഒരു ജീവിതം, സമർപ്പിത ഭക്തിയിൽ വളർന്ന് നല്ല ഒരു വൈദികനായി ദൈവിക ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ശക്തി, അനുഗ്രഹം ദൈവം ജോബിൻ അച്ഛന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In the process of your growing as a priest, you will face challenges. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയേറെ ഉണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് പിതാവായാലും അച്ഛന്മാരായാലും ഇവിടെ കൂടിയിരിക്കുന്ന അമ്മയായാലും നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് വന്നു കഴിയുമ്പോൾ നാം ഓടേണ്ടത് മറ്റുള്ള വ്യക്തികളിലേക്കല്ല. നാം ആദ്യമായി ഓടേണ്ടത് നമ്മെ അനന്തമായി സ്നേഹിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് വേണം നാം ഓടുവാനായിട്ട്. ആ ദൈവത്തോട് മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം.
ദൈവമേ ഇതാ ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നു, സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായിട്ടും എന്റെ ഇടവകയെയും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും എന്റെ കൂടെയുള്ള എല്ലാ ജനതകളെയും ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ആ ദൈവത്തിലേക്ക് വേണം ഓടുവാനായിട്ട്. ആസ് എ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഒരു ഇടയനായിട്ട്, നല്ലവനായ ആ ഇടയെ അടുത്തേക്ക് തന്നെ വേണം നമുക്ക് മാറുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിന് നല്ല ഒരർത്ഥം ഉണ്ടാകണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥന നിരതരായ ഒരു സമൂഹമായിട്ട് മാറണം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. പുരോഹിതൻ എന്ന ഒരു വ്യക്തി എപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തുന്നുവോ അപ്പോൾ നമ്മൾ താന്നുകൊണ്ടിരിക്കും. നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളായിട്ട് മാറണം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ഇടവകയിൽ നിന്ന് ജോബിൻ അച്ഛൻ പുരോഹിതനായി ഉയർത്തുമ്പോൾ ജോബിൻ അച്ഛൻ നിങ്ങളുടെ മകനാണ്. ഈ തച്ചത്തുകുടി കുടുംബത്തിന്റെ മകനല്ല, ഈ സമൂഹത്തിന്റെ മകനാണ് ജോബിൻ അച്ഛൻ എന്ന ബോധ്യം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകണം. ജോബിൻ അച്ഛൻ ഇന്ന് ഈ അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഈ രൂപതയിലെ ഒരച്ഛനാണ്, ഈ ഇടവകയിലെ ഒരു അച്ഛനാണ്, നമ്മുടെ കുടുംബങ്ങളിലെ ഒരു മകനാണ്. ഈ മകൻ ഇന്ന് അരുണാചലിലെ ഇറ്റാനഗർ എന്ന രൂപതയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന പിതാവുണ്ട്, എൻ്റെ വികാരികളച്ഛനുണ്ട്, ആ സമയത്ത് വന്നിരിക്കുന്ന അച്ഛന്മാരുണ്ട്, ദിബ്രുഗായിൽ നിന്നും ഈ മണിപ്പൂരിൽ നിന്നും അരുണാചലിൽ നിന്നും പല ദേശത്തു നിന്നും വന്നിരിക്കുന്ന അച്ഛന്മാരോട് ഞങ്ങൾ എല്ലാവരും ഇരു കരങ്ങളും നീട്ടി ജോബിൻ അച്ഛനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഒരു മകനായിട്ട് ആ നോർത്ത് ഈസ്റ്റിലുള്ള ഇറ്റാനഗർ രൂപതയിലേക്ക് സ്വീകരിക്കുകയാണ്. ജോബിൻ അച്ഛന് വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും നേരുന്നു, പ്രാർത്ഥനകളും നേരുന്നു. നല്ല ദൈവവിശ്വാസത്തിലും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കൂടി വളർന്ന നല്ല ഒരു മകനായി, നല്ല ഒരു പുരോഹിതനായി, മറ്റുള്ളവർക്ക് ജീവിത അന്തസ്സിലേക്ക് മറ്റുള്ളവരെ വഴികാട്ടിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. രണ്ട് വാക്കുകൂടി സംസാരിച്ചുകൊണ്ട് ഞാൻ സംഗ്രഹിക്കാം. ഇന്ന് കോതമംഗലം രൂപതയും ഇറ്റാനഗർ രൂപതയും തമ്മിലുള്ള ഒരു ബന്ധനങ്ങൾ പുതുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഞാൻ കോതമംഗലം രൂപതയിലെ അംഗമാണ്, ഇറ്റാനഗർ രൂപതയിലെ അവിടുത്തെ പിതാവാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന പിതാവ് കോതമംഗലം രൂപതയിലെ ഒരു അംഗമാണ്. ഇപ്പോൾ റിട്ടയർഡ് പിതാവായിട്ട് അവിടെ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്നു. ജോബിൻ അച്ഛനും കോതമംഗലം രൂപതയിലെ ഒരു അംഗമാണ്. ഇറ്റാനഗർ രൂപതയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റാനഗർ രൂപതയിലേക്ക് സ്വാഗതം. ഇതുപോലെ ജോബിൻ അച്ഛനെ പോലെ ഉള്ള നല്ല മിടുക്കന്മാരായ കുട്ടികൾ സെമിനാരിയിൽ ചേരുവാനായിട്ടോ സിസ്റ്റേഴ്സ് ആകുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കടന്നു വരാം. നിങ്ങൾ ഹാർദവമായി സ്വാഗതം നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ രൂപതയിൽ കൂടി ഓർക്കണമേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമ്മളുടെ കേരളത്തെ സമീപം ചെയ്തു നോക്കുമ്പോൾ 3 ഇരട്ടി വലുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ. ഇറ്റാനഗർ എന്ന രൂപത കേരളത്തെ സംബന്ധിച്ച് 2 ഇരട്ടി വലുപ്പമാണ്. ഞങ്ങളുടെ ഒരു രൂപതയിലെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്തണമെങ്കിൽ ഏകദേശം 4-5 ദിവസം യാത്ര ചെയ്താൽ മാത്രമേ എത്തുകയുള്ളൂ. 4 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രൂപതയാണ്. ഭൂട്ടാൻ, ടിബറ്റ്, ചൈന ആൻഡ് മ്യാൻമാർ. 4 അയൽ രാജ്യങ്ങളുമായി ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്, പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ സ്നേഹിക്കുന്ന ഒരു ജനതയുടെ നടുവിലേക്കാണ് നിങ്ങളുടെ മകനെ നിങ്ങൾ പറഞ്ഞയക്കുന്നത്. സ്നേഹിക്കുന്ന ഒരു ജനതയുടെ നടുവിലേക്ക് ആ മകന് വേണ്ടുന്ന എല്ലാ വാത്സല്യവും സ്നേഹവും സന്തോഷവും അവിടെയുള്ള ജനങ്ങൾ നൽകും എന്ന പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് അഭിഷിക്തനാകുന്ന ജോബിൻ അച്ഛന് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാ ഭാവങ്ങളും നേരുന്നു.
നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും കൈപിടിച്ച് നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ